കുട്ടികളെ, നമ്മൾ വിശക്കുമ്പോൾ ആഹാരം കഴിക്കാറില്ലേ? നമുക്ക് അമ്മ അടുക്കളയിൽ ആഹാരം പാകം ചെയ്തു തരും അല്ലേ? എന്നാൽ സസ്യങ്ങൾക്ക് ആരെങ്കിലും ആഹാരം കൊടുക്കാറുണ്ടോ? ഇല്ല, അവർ സ്വന്തമായി ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കൂ. സസ്യങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് ഇന്ന് പഠിക്കാം. എന്തൊക്കെയാണ് സസ്യങ്ങൾക്ക് വേണ്ടത്? സസ്യങ്ങൾക്ക് സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് ആരൊക്കെ വേണം നോക്കാം നമുക്ക്. ഒരു സസ്യം ആഹാരം പാകം ചെയ്യാൻ പ്രധാനമായി 4 കൂട്ടുകാരെയാണ് കൂട്ടുപിടിക്കുന്നത്. ഒന്നാമത്തതാണ് സൂര്യപ്രകാശം, സൺലൈറ്റ്. ചിത്രത്തിൽ മുകളിൽ സൂര്യനെ കാണുന്നില്ലേ? സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണ് സസ്യങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കാൻ ആവശ്യമായ ഊർജം നൽകുന്നത്. രണ്ടാമത്തതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ ശ്വാസം പുറത്തു വിടുമ്പോൾ വായുവിലേക്ക് കലരുന്ന വാതകമാണിത്. ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ സസ്യങ്ങൾ ഈ വാതകത്തെ ഉള്ളിലേക്ക് എടുക്കുന്നു. മൂന്നാമത്തതാണ് ജലം, വാട്ടർ. ചിത്രത്തിൽ താഴെ വേരുകൾക്ക് സമീപം ജലം എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടല്ലോ. മണ്ണിലുള്ള വെള്ളത്തെ വേരുകൾ വലിച്ചെടുത്ത് ഇലകളിലേക്ക് എത്തിക്കുന്നു. ഹരിതകം, ക്ലോറോഫിൽ. ഇലകൾക്ക് പച്ച നിറം നൽകുന്ന ഘടകമാണിത്. സൂര്യപ്രകാശത്തെ പിടിച്ചെടുക്കാൻ സസ്യങ്ങളെ സഹായിക്കുന്നത് ഈ ഹരിതകമാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് നടക്കുന്നത് നോക്കാം. ഇലകളെ നമുക്ക് സസ്യങ്ങളുടെ അടുക്കള എന്ന് വിളിക്കാം. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹരിതകത്തിന്റെ സഹായത്തോടെ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്നു. ഈ അത്ഭുതകരമായ പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നത്. എന്താണ് നമുക്ക് ഇതിന്റെ റിസൾട്ട്? ആഹാരം നിർമ്മിച്ചു കഴിഞ്ഞാൽ സസ്യങ്ങൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മാനം നൽകും. അതാണ് നമ്മുടെ ഓക്സിജൻ. ചിത്രത്തിൽ ഇലകളിൽ നിന്ന് പുറത്തോട്ടേക്ക് പോകുന്ന അമ്പടയാളം കണ്ടോ? സസ്യങ്ങൾ പുറത്തു വിടുന്ന ഈ ഓക്സിജൻ ശ്വസിച്ചാണ് മനുഷ്യരും മൃഗങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ സൂര്യപ്രകാശവും ഹരിതകവും ഉപയോഗിച്ച് ജലവും കാർബൺ ഡൈ ഓക്സൈഡും ചേർത്ത് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഇപ്പോൾ കാര്യം വ്യക്തമായോ? അപ്പോൾ ഈ ചിത്രത്തിലെ 3 പോയിന്റുകൾ താഴെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ജലം, സൂര്യപ്രകാശം, ഹരിതകം എന്ന് എഴുതാം. ഓക്കെ അല്ലേ?